ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ സംഭവിക്കുന്നതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കരഞ്ഞു തളർന്നിരിക്കണമോ, പിടഞ്ഞെഴുന്നേറ്റ് ധൈര്യപൂർവ്വം പൊരുതണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുമാണ്. ഒന്ന് തീർച്ച, ഏറ്റവും ശക്തരായ പോരാളികൾക്കാണ് ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരിക. അപ്രകാരം തിരുസഭയുടെ ഒരു ധീരപുത്രിയായിരുന്ന ബ്ലെസഡ് മേരി റെസ്റ്റിറ്റ്വേറ്റ കാഫ്കയെ നമ്മൾ ഇന്ന് ഓർക്കാണ്. While working as a young nurse, she joined the Franciscan Sisters of Christian Charity. 20 വർഷങ്ങൾ ഒരു സർജിക്കൽ നേഴ്സായി ജോലി ചെയ്തു. Known as a protector of the poor and the oppressed, she was a vocal opponent of the Nazis. ഹോസ്പിറ്റലിലെ പുതിയ വിങ് പണി തീർത്തപ്പോൾ ഓരോ മുറിയിലും ക്രൂസിഫിക്സ് തൂക്കിയിട്ട കാഫ്കയോട് അത് മാറ്റാൻ നാസീസ് ഓർഡർ ചെയ്തെങ്കിലും ക്രിസ്തുവിന്റെ പീഡകൾ സുധീരയാക്കി അവളത് റെഫ്യൂസ് ചെയ്തു. വൈകാതെ അറസ്റ്റിലായി 1 വർഷത്തോളം ജയിലിൽ ഷി കെയർഡ് ഫോർ അതർ പ്രിസണേഴ്സ്. ഈവൻ ദ കമ്മ്യൂണിസ്റ്റ് പ്രിസണേഴ്സ് സ്പോക്ക് വെൽ ഓഫ് ഹർ. തല വെട്ടിമാറ്റപ്പെട്ട രക്തസാക്ഷിയായ കാഫ്കയെ പോപ്പ് ജോൺ പോൾ സെക്കൻഡാണ് വാഴ്ത്തപ്പെട്ടവളാക്കിയത്. I have lived for Christ, I want to die for Christ. These were her last words.